സിനിമാ മേഖലയിൽ വീണ്ടും ഒരു തർക്കം. നടൻ ബിജു മേനോനെതിരെ ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത്. കരാർ പ്രകാരം സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുത്തില്ലെന്നാണ് ആരോപണം. നിർമ്മാതാവിന് ഇതുമൂലം നഷ്ടമായത് 25 ലക്ഷം രൂപയാണ്. ബിജു മേനോന്റെ പേര് പറയാൻ മടിയും പേടിയുമില്ല എന്നും ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രൊമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോൾ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രൊമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. അദ്ദേഹം പോയിട്ടില്ലല്ലോ. ഇതെന്താ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ എന്നുള്ളത്? അതേസമയം മലയാള സിനിമയിൽ നിലനിന്നിരുന്ന കോൾ ഷീറ്റ് മാറ്റി പുതിയ വ്യവസ്ഥ നിലവിൽ വന്ന് ജോലി സമയം 16 മണിക്കൂർ എന്നത് 12 മണിക്കൂറായി കുറച്ചു. 3 മാസം നീണ്ട ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് പുതിയ കരാർ വ്യവസ്ഥ രൂപീകരിച്ചത്. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ വേതന കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുണ്ട്. ശ്യാം, ഇതിപ്പോൾ ബിജു മേനോന്റെ പേര് പറഞ്ഞുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രശ്നമാണ്. പലപ്പോഴും ഈ പ്രൊമോഷണൽ പരിപാടികളിൽ താരങ്ങൾ വിട്ടുനിൽക്കുക, സിനിമ അഭിനയം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത് തങ്ങളുടെ ചുമതലയല്ല എന്ന നിലപാടെടുക്കുന്ന പല നടന്മാരും നടിമാരെക്കുറിച്ചുമൊക്കെ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. എന്താണ് ഇതിലെന്തെങ്കിലും ഒരു പരിഹാരത്തിനോ ചർച്ചയ്ക്കോ കൂടി വഴി തുറക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിലവിലെ കഴിഞ്ഞ ഒരു 3.5 വർഷത്തിന് ശേഷമാണ് ഈ മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാരുടെ സേവന വേതന വ്യവസ്ഥയ്ക്ക് ഒരു കരാർ വീണ്ടും പുതുക്കി ഉണ്ടാകുന്നത്. നിലവിലിപ്പോൾ ആ വേതനത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ സേവന ഇതിലാണ് ഇപ്പോൾ മാറ്റം ഉണ്ടായത്. 16 മണിക്കൂർ എന്നത് നിലവിൽ അത് 12 മണിക്കൂറായി ചുരുക്കിയിരിക്കുന്നു. ഒരു വർഷത്തിനകം വേതന കരാറിൽ മാറ്റം വരുത്തും എന്ന ഒരു തീരുമാനം കൂടി ഇതിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു, ഈ കരാർ ഒപ്പിടുന്ന ഘട്ടത്തിലായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കവേ ബി ഉണ്ണികൃഷ്ണൻ ബിജു മേനോന്റെ പേരെടുത്ത് പരാമർശിച്ചത്. ബിജു മേനോൻ ഈ സിനിമയുടെ പ്രൊമോഷനും മറ്റുമായിട്ടൊക്കെ എത്താറില്ല. അതിലൂടെ ഒരു നിർമ്മാതാവിന് നഷ്ടമാകുന്നത് 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്ന കാര്യം വ്യക്തമാക്കുന്നു. കൂടാതെ ജിത്തു ജോസഫിന്റെ അടുത്ത സിനിമയിലും അത്തരത്തിൽ പ്രൊമോഷൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു മേനോൻ പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി ഈ പേര് പറയുന്നതിൽ തനിക്കൊരു പേടിയുമില്ല എന്നുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ സിനിമ എന്നത് ഒരു വ്യവസായം കൂടിയാണ്. ആ വ്യവസായ മേഖലയിൽ എല്ലാവരും ഒരുപോലെ കുറച്ചുകൂടി കർശനമായി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിർമ്മാതാക്കളും നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ബി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചത്.